ഹലോ. ഇപ്പോൾ നമ്മളിതേ പോകുന്നത് ഹാനോയിയിൽ നിന്ന് ഹാലോങ് ബേ എന്ന് പറഞ്ഞൊരു വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കാണ്. നമ്മൾ വിയറ്റ്നാമിൽ ഒരു വ്ലോഗ് ഇട്ടിരുന്നു. അതിൻ്റെ ഒരു ഫൈനൽ പാർട്ടായിട്ടാണ് ഇത് ഇടുന്നത്. ആൻഡ് ആ ഒരു വ്ലോഗിൽ ഞാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളൊരു ട്രാവൽ കോസ്റ്റ് ഞാൻ പറയാം. നമ്മൾ എയർബിഎൻബി വഴിയാണ് ബാക്കിയെല്ലാം ബുക്ക് ചെയ്തത്. അപ്പാർട്ട്മെൻറ്റ്, ഹോട്ടൽ ബുക്കിങ്സ് ഒന്നും ഇല്ലായിരുന്നു. പെർ ഹെഡ് ഒരു 65 ഒക്കെ ആയിരുന്നു ഒരാൾക്ക്, വിസ ഉൾപ്പെടെ കേട്ടോ. വിസ 2000 ഒക്കെ വരും. അപ്പം ഫ്ലൈറ്റ് ടിക്കറ്റ്സ് എല്ലാം കൂടെ വരുമ്പോൾ ഒരു 35 പെർ ഹെഡ്, വിസ 2000 ആണ്. ബാക്കിയെല്ലാം നമ്മൾ ഈ എയർബിഎൻബി വന്ന് ക്ലൂക്ക് അങ്ങനെയൊക്കെ ബുക്കിങ്സ് വന്നിട്ടുണ്ട്. ക്ലൂക്ക് എന്ന് പറയുന്നതിനെ പറ്റി ഞാൻ പറയുന്നുണ്ട് കുറച്ച് കഴിയുമ്പം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ക്ലൂക്ക് എന്ന് പറയുന്നൊരു ഓൺലൈൻ ട്രാവൽ പ്ലാറ്റ്ഫോമാണ്. അപ്പം ബാക്കിയെല്ലാം നമ്മൾ അതിൽ ബുക്ക് ചെയ്തിരിക്കുന്നതാണ്. അപ്പം ഇപ്പം നമ്മളിതേ പോകുന്നത് ഹാലോങ് ബേയിലേക്കാണ്. അപ്പം അതുവഴി പോകുന്ന സമയത്ത് തന്നെ ഇടയ്ക്കൊരു ഹോൾട്ടുണ്ട്. ഒരു പേൾ സ്റ്റോർ കാണിക്കുന്നത്. ഇവിടെയൊക്കെ കൂടുതലും പേൾ ഫാമിങ്സ് ഉണ്ട്. പേൾ ഉണ്ടാക്കുന്ന സ്ഥലം കാണിക്കും. അതുപോലെ സ്റ്റോറുകൾ, ജ്വല്ലറി, അങ്ങനെ ഒരു ജ്വല്ലറിയാണ് ഇത്. ഇവിടെ പലതരം കളറുള്ള പേൾസ് നമുക്ക് അവൈലബിളാണ്. അപ്പം അവിടെ ഒരു ഹോൾട്ട് ഉണ്ടായിരുന്നു. നമുക്ക് ജസ്റ്റൊക്കെ ഒന്ന് കാണാനും ചില എഡ്യൂക്കേഷണൽ ഡെമോസൊക്കെ അവർ തരും കേട്ടോ. എങ്ങനെയാണ് ഈ ഓയിസ്റ്ററിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്നത്, പേള്, അങ്ങനെയൊക്കെ കുറേ ക്ലാസ്സുകൾ അവർ ജസ്റ്റ് നമുക്കിങ്ങനെ തരും. കാണാൻ രസമാണ്. അപ്പോൾ ഇതാണ് പലതരത്തിലുള്ള അവൈലബിൾ ആയിട്ടുള്ള മാല, പേൾ മാല, മുത്ത്, കമ്മൽ, അങ്ങനെയൊക്കെ. അപ്പം അവിടെ ഒരു ഇത്തിരി നേരം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ നേരെ മുന്നോട്ട് പോവുകയാണ്. അപ്പം കുറച്ച് നേരങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ സ്പോട്ടിലെത്തി. നമ്മളിത് ഇവിടെ ക്രൂയിസ് ഷിപ്പിലേക്ക് കയറുകയാണ്. നമ്മൾ ബുക്ക് ചെയ്തത് ക്ലൂക്ക് വഴി നമ്മൾ ബുക്ക് ചെയ്തതാണ്. ക്രൂയിസ് ഷിപ്പിൽ സൺലൈറ്റാണ്. സൺലൈറ്റ് ക്രൂയിസ് ആണ് നമുക്ക് ഇന്നത്തെ നമ്മുടെ ട്രാവൽ ചെയ്യാൻ പോകുന്ന ഷിപ്പ്. അപ്പം അതിലേക്ക് കയറുന്നതിന് കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കുറച്ചൊക്കെ, വലിയ വെയിറ്റില്ല, കുറച്ച് നേരം. പിന്നെ ക്ലൂക്ക് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ട്രാവൽ പ്ലാറ്റ്ഫോമാണ് കേട്ടോ. എല്ലാ തരത്തിലുള്ള ഓൾ ഇൻ വൺ പ്ലാറ്റ്ഫോമാണ്. നമുക്ക് ടൂർ പാക്കേജ്, വൺ ഡേ ട്രിപ്പ്, എല്ലാ സേവനങ്ങളും അതിൻ്റെ അകത്ത് ലഭ്യമാണ്. അതാണ് ക്ലൂക്ക്. എല്ലാ ആക്ടിവിറ്റീസ് അങ്ങനെയൊക്കെ എല്ലാം നമുക്ക് ബുക്ക് ചെയ്യാം. ഹോട്ടൽ ബുക്കിങ്സും എല്ലാം ഉണ്ട്. ക്രൂയിസ് ബുക്ക് ചെയ്ത് ഇതുവഴിയാണ്. ഈ ഒരു ട്രാവലിൽ തന്നെയാണ് ഗുഹകൾ, ഫിഷിംഗ് വില്ലേജ്, കയാക്കിങ് എല്ലാം ഉൾപ്പെടുന്ന ഒരു ഇതാണ് ഡേ ക്രൂയിസ് എന്ന് പറയുന്നത്. ഓവർ നൈറ്റ് വരുമ്പോൾ നമുക്ക് സ്റ്റേ ഉണ്ട്, അങ്ങനെ വരും. അപ്പം ഇതിൽ ഡേ ക്രൂയിസിൽ പിക്കപ്പ്, ഡ്രോപ്പ്, ലഞ്ച് എല്ലാം ഉൾപ്പെടുന്ന ഒരു പാക്കേജാണ് ഇത് കേട്ടോ. അപ്പം ഈ പോകുന്ന വഴിക്ക് തന്നെ ഇടയ്ക്കൊരു നമുക്ക് സർപ്രൈസിങ് കേവ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇറങ്ങും. അവിടുന്ന് അതൊക്കെ ഒന്ന് കണ്ടിട്ടാണ് ബാക്കി. അപ്പോൾ അങ്ങനെ 1 ഡേ നമ്മളിതിൽ സ്പെൻഡ് ചെയ്യും. വേറൊരു പ്രത്യേകം ഹാലോങ് ബേ എന്ന് പറയുന്നത്, ഇവിടെ ഈ മോതിരമുത്തുകളൊക്കെ വളർത്തുന്ന ഫാമുകൾ ഒത്തിരി ഉണ്ട്. വെള്ളത്തിൽ പൊങ്ങുന്ന ഫ്ലോട്ടിങ് വില്ലേജസ്, അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അങ്ങോട്ടേക്കൊന്നും നമ്മൾ പോയിട്ടില്ല. അപ്പം ഈ ഓപ്ഷണലായിട്ടുള്ളതാണ് ഈ കയാക്കിങ്, ബാംബൂ ബോട്ടിങ് എന്നൊക്കെ പറയുന്നത് ഓപ്ഷണലാണ്. ഇപ്പം പറ്റാത്തവർക്ക് ഷിപ്പിൽ തന്നെ ഇരിക്കാം, ആസ്വദിക്കാം വെളിയിലുള്ളത്. അങ്ങനെ ഓപ്ഷണലായിട്ടുള്ള പരിപാടികളുണ്ട് കേട്ടോ ഡേ ക്രൂയിസിൽ. അപ്പം ഇപ്പം ഇനി നമ്മൾ ലഞ്ച് ആവാറായി. ഇപ്പം നമുക്ക് കയറുമ്പോൾ തന്നെ ലഞ്ച് പ്രിപ്പയർഡാണ്. എല്ലാം സീ ഫുഡാണ് അവൈലബിൾ. അപ്പം സീ ഫുഡ് ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ അത് ട്രൈ ചെയ്യാം. എനിക്കങ്ങനെ സീ ഫുഡ് ഇഷ്ടം ഭയങ്കരമായിട്ടല്ല, കുറച്ച് ഇഷ്ടമാണ്. ഫിഷ് ഐറ്റംസ് ആണെങ്കിൽ കുറച്ചുകൂടി ഇഷ്ടം. അപ്പോൾ ഈ പ്രോൺസ് അങ്ങനത്തെ ഒന്നും അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. കണവ, അങ്ങനെ പ്രോൺസ്, അങ്ങനെ പല തരത്തിലുള്ള ഉണ്ടായിരുന്നു ഈ ലഞ്ചിൽ. ഈ ഒരു ഉച്ചക്കത്തെ മീലിൽ പലതരത്തിലുള്ള മീൽസ് ഉണ്ടായിരുന്നു. പല വെറൈറ്റീസ് ഓഫ് ഫുഡ് നമ്മളിതുവരെ ഇപ്പം നമ്മുടെ നാട്ടിലുള്ളത് പോലെയല്ല കുക്ക് ചെയ്യുന്നത്. ഒത്തിരി വ്യത്യാസമുണ്ട്. ചിലത് ബോയിൽഡ് ആയിരിക്കും, ചിലത് എളുപ്പം നമുക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ പലതരത്തിലുള്ള വെറൈറ്റീസാണ്. നമ്മൾ
ഇതാണ് അവർ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഒരു ഇന്നർ വ്യൂ ആണ് കേട്ടോ ഷിപ്പിൻ്റെ അകത്തെ. അപ്പോൾ ഇതാണ് ഫുഡ് അവർ ബുഫറ്റ് ലഞ്ച്. ഇപ്പോൾ ഇവിടെ ഒരു വെജിറ്റബിൾ ഫ്രൂട്ട്സിൻ്റെ പലതരം വെറൈറ്റീസ്, നമ്മൾ കാണാത്ത തരം ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. പിന്നെ കടല അങ്ങനത്തെ, പക്ഷെ അതൊക്കെ ഒരു നല്ല ടേസ്റ്റാണത് ട്രൈ ചെയ്താൽ. ഇത് കടല, പിന്നെ എല്ലാം സീ ഫുഡ് തന്നെയാണ്. റൈസുണ്ട്, ന്യൂഡിൽസ്, അങ്ങനെ ഒത്തിരി ഇതുണ്ട്. ചിലതൊന്നും നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല, പക്ഷെ ട്രൈ ചെയ്യാം വൺ ടൈം. അപ്പം ഞാൻ കുറച്ച് സീ ഫുഡും കുറച്ച് സ്പ്രിങ് റോൾസ്, നൂഡിൽസ് അങ്ങനെ കുറേയൊക്കെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്തു. അത്യാവശ്യം നല്ല യോഗേർട്ട് കിട്ടും, നല്ല യോഗേർട്ട്, നമുക്ക് പല ഫ്ലേവേർഡ് യോഗേർട്ട്സ് ഉണ്ട്, അങ്ങനെ ട്രൈ ചെയ്തു. പിന്നെ നമ്മൾ പോയത് സർപ്രൈസിങ് കേവ്. ഞാൻ പറഞ്ഞല്ലോ, ഇടയ്ക്ക് അവർ നിർത്തും, എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി നമുക്ക് ഗൈഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവരെയാണ് നമ്മൾ ഫോളോ ചെയ്യണം. അപ്പം അവർ നമ്മളെ ഗൈഡ് ചെയ്തിട്ട് പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഷിപ്പിൽ കയറും. അപ്പോൾ ഇത് സർപ്രൈസിങ് കേവ് എന്ന് പറഞ്ഞാൽ, ഇത് 3 കേവ് ഉണ്ട്. അപ്പം ഓരോ കേവിൽ കൂടി നമുക്ക് ഓരോന്ന് കണ്ട് കണ്ട് പോവാം. ഇതൊക്കെ ലൈം സ്റ്റോൺ ഇതാണ്. അപ്പം അതൊക്കെ കണ്ട് ക്ഷീണിക്കും നന്നായിട്ട്. അപ്പം അത് കഴിഞ്ഞ് നമുക്ക് സ്പീഡ് ബോട്ട് ഉണ്ട് കേട്ടോ. സ്പീഡ് ബോട്ട് ഓപ്ഷണലിൽ പെടുന്ന ഒരു ആക്ടിവിറ്റിയാണ്, പക്ഷെ നമ്മൾ പോയി, ഒരു രസമല്ലേ, ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചാൽ സ്പീഡ് ബോട്ട് ആണിത്. അത് നല്ല രസമാണ്. നല്ല ഒരു വ്യൂ കിട്ടും, നമുക്ക് മൊത്തത്തിൽ കാണാൻ പറ്റും. ബ്ലൂ വാട്ടർ, മല, അങ്ങനെ ഒത്തിരി നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും ഇതിൽ കയറിക്കഴിഞ്ഞാൽ. ഫാസ്റ്റായിട്ട് പോയാലും ഇടയ്ക്ക് നിർത്തും, നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ നിർത്തി തരും കേട്ടോ. അപ്പം നമുക്ക് നല്ല വ്യൂ കിട്ടും ഇതിൻ്റെയൊക്കെ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതേ തിരിച്ച് ക്രൂസ് ഷിപ്പിൽ കയറി. അപ്പം ആ സമയത്ത് ഹയാക്കിങ് അങ്ങനെയുള്ള അതിലൊക്കെ പോകാൻ ഓപ്ഷനാണെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ പോയില്ല. അപ്പം ഞാൻ ചുമ്മാ ബോട്ടിൻ്റെ മുകളിൽ കയറിയിട്ടുള്ളൊരു വ്യൂ ആണിത്. ബാക്കി ഒത്തിരി ക്രൂസ് ഷിപ്പ് കണ്ടില്ലേ, അറൗണ്ട് ഒത്തിരി ഉണ്ട്. അതിൽ ഡേ ആയിട്ടുള്ളതായിരിക്കും ഇപ്പം, അല്ലാത്തത് ഓവർനൈറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം ഇതാണ് മുകളിലത്തെ സെറ്റപ്പ്. അപ്പം ഈവനിങ് ആയി, നമുക്ക് ഇനിയിപ്പോൾ ഒരു 5 ഒക്കെ ആകുമ്പോൾ നമ്മൾ ഇറങ്ങും ഇവിടുന്ന്. അപ്പോൾ അത്രയും നേരം നമ്മൾ ഇതിലാണ് സ്പെൻഡ് ചെയ്യുന്നത്. കൂടെ ആക്ടിവിറ്റീസ് ഉണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇത് നമ്മൾ തിരിച്ച് നമ്മൾ കയറിയിടത്തോട്ട് തന്നെ തിരിച്ചു പോവാം. അപ്പോൾ ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആട്ടോ, നിങ്ങൾക്കത് ട്രൈ ചെയ്യാം. അപ്പം നമ്മളെ ഡ്രോപ്പ് ചെയ്യും, അവർ പിക്കപ്പ് ചെയ്തിടത്തുനിന്ന് തന്നെ നമ്മൾ ഡ്രോപ്പ് ചെയ്യും. അപ്പം ഇതൊരു നേരത്തെ പറഞ്ഞ പോലെ നല്ല എക്സ്പീരിയൻസ് ആണ്, നല്ല മസ്റ്റ് ട്രൈ ആണ് ഈ ഒരു ഹാലോങ് ബേ എന്ന് പറയുന്നത്. അപ്പം വിയറ്റ്നാം ഹാനോയി വരുന്നവരൊക്കെ എനിക്ക് തോന്നുന്നു ഇത് എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. നല്ലൊരു ഈവനിങ് ആയിരുന്നു. ബൈ, ടാറ്റാ.